വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് അടുക്കളയിൽ ആവശ്യമുള്ള കുറച്ച് ട്രിക്ക് ആൻഡ് ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും കൃഷികളൊക്കെ ചെയ്യുന്നവരാണല്ലോ. നമുക്കിതുപോലെ പഴം പഴുക്കാതെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൽ ഒരു 2 വെളുത്തുള്ളി ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിക്ക് ഞാനൊന്ന് വീഡിയോ ചെയ്യട്ടെ, ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എന്നാൽ ഓക്കെ നീ ഫോൺ എടുത്ത് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് വന്നു. അപ്പോൾ അതാ വെളുത്തുള്ളി ഒരു 2-3-4 ചെറിയ വെളുത്തുള്ളിയാണ്. അതെടുത്തിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഇതാ നന്നായി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ എങ്ങനെ ഇത് പഴുക്കുക എന്നൊക്കെ. അപ്പം എന്നോട് പറഞ്ഞു നീ കണ്ടോ, നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം നന്നായി പഴുത്ത് കിട്ടും. അങ്ങനെ നമ്മളിത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞാനിതാ എടുത്ത് നോക്കിയപ്പോൾ ഇതാ നന്നായി പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വേഗം പഴം പഴുത്ത് കിട്ടണം എന്നൊക്കെ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയായിട്ട് പഴം പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. പഴമൊക്കെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ 2 ദിവസമായ പഴമാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുപോലെ നമ്മളെടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്കൊരുപാട് മുരിങ്ങയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നാക്കാൻ കൈകൊണ്ട് ഇങ്ങനെ നുള്ളി എടുക്കാൻ നേരമില്ലെങ്കിൽ ഒരു ഓട്ടക്കോരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പെട്ടെന്ന് നമുക്കിതാ ആ ഒരു മുരിങ്ങയില വൃത്തിയാക്കാനും നമുക്ക് പെട്ടെന്ന് അത് താളിച്ചിട്ട് കഴിക്കാനും ഒക്കെ നമുക്ക് കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ട്രിക്കുകളും ടിപ്സുകളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനലിലൊന്ന് കയറിയിട്ട് എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോക്ക് നിങ്ങൾ തരുന്ന ഓരോരോ സപ്പോർട്ടും എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ. കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും മുരിങ്ങയിലെടുത്തിട്ടൊന്ന് ഊരി എടുത്ത് ഒന്ന് താളിച്ച് കഴിക്കണേ. അപ്പോൾ അതിൻ്റെ അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സോപ്പൊക്കെ തേച്ചതിന് ശേഷം ഞാൻ ഇക്കാൻ്റെ അടുത്ത് ചോദിച്ചു ഇത് അയച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു അയച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ നിൽക്കി ഞാനൊരു വീഡിയോ എടുക്കട്ടെ. ഇത് എന്നെപ്പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടുന്ന, അതായത് അറിയാത്തവരുണ്ടെങ്കിൽ, എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിങ്ങനെ അയച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ അയച്ചെടുത്ത് ഞാൻ വൃത്തിയാക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല വൃത്തിയായിട്ടോ. അതിൻ്റെ ആ സൈഡിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇതും അയച്ചെടുക്കുകയാണ്. ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഒരു 8-9 വർഷമായി ഞാൻ ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നിട്ടോ. ഇതുവരെ ഞാൻ ഇതിൻ്റെ ഈ ഗ്ലാസ് ഊരിയിട്ടില്ല. ഇന്നാണിപ്പം ഞാൻ ഇക്കാനെ കൊണ്ട് ഊരിച്ചത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ. പിന്നെ അതുപോലെ തന്നെ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ചങ്ങോട്ടും ഇക്കട്ട് കൊടുത്തിട്ടോ. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയേ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളും ഒക്കെ നന്നാക്കി കഴുകിയെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ലിക്വിഡ് വാഷൊന്നും പുതിയതായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഞാൻ പാത്രം കഴുകുന്ന വിമ്മിൻ്റെ
സോപ്പ് ഉണ്ടല്ലോ അത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ, ഈ കൈ പോലത്തെ ഈ സാധനം, അത് ഞാൻ സ്കൂർ അയച്ചെടുത്ത് നന്നാക്കി വൃത്തിയാക്കി കഴുകി എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നന്നാക്കുമ്പോൾ ക്ലീൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൈ കൊണ്ട് നമ്മൾ ഏത് ലിക്വിഡ് ഉപയോഗിച്ചാലും നമ്മൾ കൈ കൊണ്ട് എല്ലായിടത്തും ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക, തുടച്ചെടുക്കുക. അപ്പം നമ്മളെ ഫ്രിഡ്ജ് നല്ല വൃത്തിയാവും. എന്തായാലും ഒരു 1.5 മാസം ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജ് നന്നാക്കിയിട്ട്. പിന്നെ അപ്പോൾ ഞാനൊന്ന് നന്നാക്കിയതാണ് കേട്ടോ. അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിൽ നമ്മൾ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഉള്ളിൻ്റെ മുകൾ ഭാഗത്തുള്ള അതാണല്ലോ അരിഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഞാനൊരു ദിവസം ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ട്, അപ്പോൾ അതിൽ ആ ചേട്ടൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമ്മളെ ഈ മുകൾ ഭാഗത്തുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കരുത്, അത് അവിടെ നിൽക്കുക. എന്നിട്ട് ബാക്കും ഒക്കെ നല്ല ക്ലീനാക്കിയിട്ട് നമ്മൾ നന്നാക്കി കഴുകിയെടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ കാണിക്കുന്നത് പോലെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും ഏതൊക്കെ രീതിയിലാണോ നമുക്ക് സവാള അരിഞ്ഞെടുക്കേണ്ടതെങ്കിൽ ഇതുപോലെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൽ നിന്ന് നമുക്കൊരു തുള്ളി കണ്ണിനീര് വരില്ല കേട്ടോ. എത്ര ഉള്ളി ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ കട്ടിംഗ് ബോർഡുമ്മൽ വെച്ചിട്ട് ഉള്ളി അരിയുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാനിതുപോലെ കയ്യിൽ വെച്ചിട്ടാണ് ഉള്ളി അരിയാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി വെറുതെ കരഞ്ഞിട്ട് കണ്ണിനീര് വിലപ്പെട്ടതാണ്, അതൊന്നും കളയാൻ നിൽക്കണ്ട. ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ലാസ്റ്റ് അതിൻ്റെ ആ കണ്ണങ്ങനാണ്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എത്രമാതിരി ബുദ്ധിമുട്ടി. ഏതായാലും ഈ വീഡിയോ നമ്മളെ അറിവിലേക്ക് എത്തിച്ചു തന്ന ആ ചേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ഉള്ളി അരിയുമ്പം എങ്ങനെയാണ് കണ്ണിനീരൊക്കെ വരാതിരിക്കുക, ഇതിനൊരു ട്രിക്ക് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. ഏതായാലും നല്ല അടിപൊളി ഒരു ട്രിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.